അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പഴുത്താലും പുളി കാണും കേട്ടോ. അങ്ങ് അങ്ങ് അധികം പുളിയല്ല, എന്നാലും നമുക്ക് പഴുത്ത മാങ്ങയുടെ ഒരു ടേസ്റ്റ് പോലെ തോന്നുന്നത്. ഇതങ്ങ് പഴുത്ത് നല്ല പഴുക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക മാങ്ങ ഇതേ. അങ്ങനെ നമുക്ക് കിട്ടിയ മാങ്ങ കേട്ടോ. അവർ പറയുകയും ചെയ്ത് എനിക്ക് മാങ്ങ ഇഷ്ടമായതുകൊണ്ട് പുളിയായാലും ഞാൻ കഴിക്കുന്നുള്ള വിചാരത്തിൽ എനിക്ക് തന്നതാണേ. അപ്പോൾ ഈ മാങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിക്കാൻ പോയി കേട്ടോ. ആ പുളിമാങ്ങയാണിത് കേട്ടോ. ഇച്ചിരി പുളിയൊക്കെ ഉണ്ടെന്നവർ കഴിച്ചു നോക്കിയപ്പോഴും എനിക്കും തോന്നി. അപ്പോൾ നമുക്കത് ഒന്ന് ചക്ക നമ്മൾ വരട്ടിയെടുക്കുമല്ലോ, അതേപോലെ നമുക്കൊന്ന് ഇതൊന്ന് വരട്ടിയെടുക്കാം. ഇതൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ എന്താ മാങ്ങയെല്ലാം നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ലോണം ഒന്ന് ഉരുകണം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം എടുക്കുക. പിന്നെ കുറച്ച് ഏലയ്ക്ക, 2-3 ഗ്രാമ്പൂവും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടുന്നത്. ഒരു പിഞ്ച് ഉപ്പും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ മാങ്ങയുടെ പൾപ്പ് എടുത്തൊഴിക്കാം. ഇതുണ്ട്, ഇത് കുറച്ച് നാരൊക്കെയുള്ള മാങ്ങയാണ് കേട്ടോ. നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ അത് വേവട്ടെ, നല്ലോണം തിളച്ച് കുറുകട്ടെ. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്കതിനകത്ത് ഏലക്കയുടെ പൊടിയും ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടെ ഇടാം കേട്ടോ. ഇതും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഈ മാങ്ങയൊന്ന് പച്ച പോയി വെന്ത് കിട്ടണം. അതിന് ശേഷം മാത്രമേ ശർക്കര പാനി ഇതിനകത്ത് ഒഴിക്കാവൂ. നല്ലോണം ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റണം. അപ്പോൾ ഈ മാങ്ങയൊക്കെ നല്ലോണം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ്. ഇനിയാണ് നമ്മൾ ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. അത് ഒഴിക്കുന്നത് വെച്ചാൽ എല്ലാം കൂടെ ഒഴിക്കരുത്, ആദ്യമേ കുറച്ചൊഴിക്കണം. കുറച്ചേ ഒഴിക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാം കൂടി ചേർത്ത് ഒഴിക്കരുത്. ഇത് നമുക്ക് പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ വേണമെങ്കിൽ എടുത്ത് ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് ഒരു ശകലം എടുത്ത് ചേർത്താൽ പുളിശ്ശേരിക്കൊക്കെ നല്ലൊരു മധുരം കിട്ടും, മാങ്ങയുടെ മണവും കിട്ടും. ഇങ്ങനെ ആക്കി വെച്ചിരുന്ന ഈ മാങ്ങക്കാലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മോര് കാച്ചാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അങ്ങനത്തേക്കല്ല, ഇതിപ്പോൾ ഏലക്ക ഇട്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല, വെറുതെ കഴിക്കാനാണ്. ഇത് ഏലക്കയൊന്നും ഇടാതെ ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് വെച്ചിരുന്ന ജീരകമാണ് വറുത്ത് പൊടിച്ചിടണം. ഏലക്കയ്ക്ക് പകരം ജീരകം വറുത്ത് പൊടിച്ചിടണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു വട്ടവും കൂടെ ഒഴിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ അത് പറ്റിയിട്ട് നമുക്ക് ഫുള്ള് ശർക്കര പാനി ഒഴിക്കാം. ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഉരുക്കിയത് ഒഴിച്ച് നല്ലോണം ഇളക്കുക. ഇനി കൈ വിടാതെ നല്ല വൃത്തിയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറേ വറ്റുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. വീണ്ടും വറ്റുമ്പോൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നല്ല കട്ടിക്ക് കോരി പാത്രത്തിൽ ഇട്ട് തണുക്കുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം ചേർക്കരുത്, 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് എടുക്കാം. പിന്നെ കുറച്ച് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വിനീഗറോ പകുതി നാരങ്ങ നീരോ ചേർത്ത് വയ്ക്കാം. അപ്പോൾ കുറേ ദിവസം അതിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒരുമാതിരി ശരിയായി വരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് കേട്ടോ. അത് ഒരു തുള്ളി അതും കൂടെ ചേർത്ത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാപ്പിപ്പൊടി, നല്ല ബ്രൂ കാപ്പിപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ.
അപ്പോൾ നമ്മൾ മാമ്പഴ കട്ടി ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് ക്യാരറ്റ് നെയ്യിൽ വറുത്തിടാം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം കേട്ടോ. ക്യാരറ്റ് നെയ്യിൽ വറുത്തിനകത്തിടാം, കശുവണ്ടി ചേർക്കാം, പിന്നെ അതേപോലെ തന്നെ മുന്തിരിങ്ങ വറുത്തിടാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇച്ചിരി എസൻസ് ഒഴിച്ചിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെയോ ഏതെങ്കിലും നല്ല വാനില എസൻസ് ഏതെങ്കിലും ഇച്ചിരി ഒഴിച്ചാൽ നല്ലൊരു മണവും കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എടുത്ത് കഴിക്കുമ്പോൾ ഒരു അലുവ കഴിക്കുന്ന ഒരു തൃപ്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തണുക്കുമ്പോൾ നല്ല കട്ടിയാവും. ഇത് കുറച്ചും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പം തന്നെ നെയ്യൊക്കെ ഒഴിച്ച് കണ്ടോ, പിടിച്ചിട്ടൊന്നുമില്ല. നെയ്യൊക്കെ ഒഴിച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. കറുത്ത ശർക്കര അല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ മഞ്ഞ കളറിൽ ഇരിക്കുന്നത്. കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കറുത്ത കളറിൽ തന്നെ ഇരിക്കും. അപ്പം ഞാൻ ഉണങ്ങിയ നല്ല പാത്രം എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂട് കൊള്ളിച്ചിട്ട് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ഈ നെയ്യ് വരട്ടരുത്, വെളിച്ചെണ്ണയോ പച്ചെണ്ണയോ വരട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കൂട്ട് അതിലോട്ട് ഒഴിച്ച് വയ്ക്കാം. സ്റ്റൗ ഓഫാക്കാതെ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ കട്ടിയായിപ്പോവും കേട്ടോ. നമ്മളെ മാമ്പഴ കട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടി മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ് നെയ്ക്കകത്ത് മൂപ്പിച്ചത് എന്ത് വേണമെങ്കിലും ഇതിടാം കേട്ടോ. ബദാമോ പിസ്തയോ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉണങ്ങിയ ഫ്രൂട്ട്സുകൾ ഇതിനകത്ത് ഡെക്കറേഷൻ ചെയ്ത് എടുത്ത് വെച്ചിരുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരുന്നാൽ അത് തണുക്കുമ്പോൾ എടുത്ത് കഴിക്കാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ തരിക. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഇത് തരണമെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്യുക, കാണുക, മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.